ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജാക്കാട് പന്നിയാർകുട്ടി മേഖലയിൽ മോഷണ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയോടെ നാട്ടുകാർ.
പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. ലഹരിക്കെതിരെ ജാഗ്രതാ സംഗമം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. രാജാക്കാട് പന്നിയാർകുട്ടി മേഖലയിൽ മോഷണ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയോടെ നാട്ടുകാർ. രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ സാന്നിധ്യം മേഖലയിൽ വർദ്ധിച്ചു വരികയാണെന്നുമാണ് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും ആരോപണം. പന്നിയാർകുട്ടി രാജാക്കാട് മേഖലകളിൽ അടുത്തിടെ മോഷണം വർദ്ധിച്ചു വരികയാണ്. മുറ്റത്ത് ഉണക്കാനിട്ട പച്ച കുരുമുളക് പോലും മോഷണം പോകുന്ന സ്ഥിതി പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 19-ാം തീയതിയാണ് പട്ടാപ്പകൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 8 ലക്ഷം രൂപയോളം മോഷണം പോയത്. പ്രതിയെന്ന സംശയത്തിൽ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചിരുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കാട് നിന്ന് തന്നെ ഏലക്ക സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലയുള്ള ഏലക്ക മോഷണം പോയിരുന്നു. ഇതിലും സംശയം തോന്നിയ രാജാക്കാട്ടിലെ ഒരു വ്യാപാരിയെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെങ്കിലും പിന്നീട് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് മാസങ്ങൾക്ക് മുമ്പ് രാജകുമാരിയിൽ നിന്നും കുറുവ സംഘത്തിൽപ്പെട്ട തമിഴ്നാട് സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. ചെറുതും വലുതുമായ മോഷണങ്ങൾ പതിവായ പ്രദേശങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ സാന്നിധ്യവും ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി പൊതുപ്രവർത്തകർ പറയുന്നു. വളരെ വ്യാപകമായി ഇപ്പോൾ മുളക് മോഷണം പോലെയുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്ത് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ ഈ കാര്യത്തിൽ പറയുന്നൊരു കാര്യം, പോലീസിനെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ പോലീസ് പട്രോളിംഗ് വ്യാപകമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ധാരാളം ആളുകൾ പല സമയങ്ങളിലുമൊക്കെ ബൈക്കിലുമൊക്കെ വന്ന് പല ഭാഗങ്ങളിലുമൊക്കെ തമ്പടിക്കുകയും അവർ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ആളുകൾ ഭയങ്കര ആശങ്കയോടുകൂടിയാണ് ഇതിനെയൊക്കെ കാണുന്നത്. അത് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും ചെറുപ്പക്കാരായ ആളുകൾ ഇങ്ങനെ പല സമയങ്ങളിലൊക്കെ വരികയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഷണം കൂടി നടന്നപ്പോൾ ആളുകൾ വലിയ ആശങ്കയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആളിവിടെ 2-3 വീടുകളിൽ നിന്ന് മുളക് വാരിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രതിയെ പിടിക്കാത്തിടത്തോളം കാലം ഇത് ആരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിലും ഇന്നലെ ഇവിടെ നടന്ന ഈ സംഭവത്തിൽ പ്രതിയെ അവസരോചിതമായി പിടിക്കുകയും അതിൻ്റെ തെളിവെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരി ഉപയോഗവും മോഷണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജാക്കാട് പന്നിയാർകുട്ടി മേഖലയിൽ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് വർദ്ധിപ്പിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാമ്പാടുംപാറയിലെ പ്രാദേശിക നേതാവുമായ ആടിപ്ലാക്കൽ സുദേവനാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാളെ മുമ്പും എക്സൈസ് സമാന കേസുകളിൽ പിടികൂടിയിട്ടുണ്ട്. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഇൻസ്പെക്ടർ ലിജോ ഉമ്മന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 10 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തു. പാമ്പാടുംപാറ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുള്ള ഷെഡിലാണ് ഇയാൾ മദ്യം ഒളിപ്പിച്ചു വെച്ച് വിൽപ്പന നടത്തി വന്നിരുന്നത്. മേഖലയിലെ CPMന്റെ സജീവ പ്രവർത്തകനായ ഇയാൾ പൊതുപ്രവർത്തനത്തിന്റെ മറവിലാണ് മദ്യവിൽപ്പന നടത്തി വന്നിരുന്നത്. മുമ്പും ഇയാളെ സമാന കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഇയാളെ തലസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. നിലവിൽ പാർട്ടി അംഗമാണ്. പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ സേവിയർ PD, ജോഷി VJ, ബൈജോ സോമരാജ്, പ്രഫുൽ ജോസ്, അശ്വതി V എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ലഹരിക്കെതിരെ ജാഗ്രതാ സംഗമം നടത്തി. NRCT ദേശീയ വായനശാലയും വീതി കലാ സാംസ്കാരിക വേദിയും ചേർന്ന് ലഹരി വിരുദ്ധ ജാഗ്രതാ സംഗമം നടത്തിയത്. NRCTയിൽ നടന്ന സംഗമം രാജാക്കാട് പോലീസ് ഇൻസ്പെക്ടർ V വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാടിനും സമൂഹത്തിനും ഒരുപോലെ അപകടം വിളിച്ചു വരുത്തുന്ന ലഹരിക്കെതിരെ വിവിധ കോണുകളിൽ വിവിധ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ക്യാമ്പയിനുകൾ ശക്തമാക്കുകയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഗ്രാമങ്ങളിലെ വായനശാലകളും ക്ലബ്ബുകളുമെല്ലാം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമായി NRCT ദേശീയ വായനശാലയും വീതി കലാ സാംസ്കാരിക വേദിയും ചേർന്ന് ലഹരി വിരുദ്ധ ജാഗ്രതാ സംഗമം നടത്തി. NRCTയിൽ നടന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ സംഗമം രാജാക്കാട് പോലീസ് ഇൻസ്പെക്ടർ V വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിൽ വിട്ടാൽ, പുറത്തു വിട്ടാൽ വളരെയധികം പേടിയും ഭയവും ഒക്കെ നേരിടുന്ന ഒരു കാലയളവിലാണ്.
അവരൊക്കെ തന്നെ ഉണർന്നെണീറ്റില്ല എങ്കിൽ നമ്മുടെ ചുറ്റുപാടത്ര ഒരു പോലീസിൻ്റെയോ ഒരു എക്സൈസ് വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ നാട്ടിലെ ഗ്രന്ഥശാലയുടെയോ മാത്രമല്ല, മാറ്റം വരേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ്. അഥർവവേദത്തിൽ പറയുന്നുണ്ട്, യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യന്റെ മനസ്സുകളിൽ നിന്നാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കവി KT രാജീവ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KC രാജു, EK ജിജിമോൻ, KP സുബീഷ്, BG സന്തോഷ്, CR രാജു, PN ശശി, അൻപുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവിത ലഹരി എന്ന വിഷയത്തിൽ കവിയരങ്ങും നടത്തി. സിറ്റി വിഷൻ, NR സിറ്റി. മണ്ഡലതല കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിയാർകുട്ടി മേഖലയിലെ 13-ാം നമ്പർ വാർഡിന്റെ കുടുംബ സംഗമമാണ് സംഘടിപ്പിച്ചത്. KPCCയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച കുടുംബ സംഗമം UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന പഞ്ചായത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും കോർത്തിണക്കിക്കൊണ്ട് സംഘടന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ 13-ാം വാർഡിൽ നടന്ന കുടുംബ സംഗമം UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് തലത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പന്നിയാർകുട്ടി മേഖലയിൽ നടന്ന കുടുംബ സംഗമത്തിൽ മുതിർന്ന അംഗങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കർഷകരെയും ആദരിച്ചു. സിബി കുന്നമ്പുറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബ സംഗമത്തിൽ MP ജോസ്, KS അരുൺ, ബെന്നി തുണ്ടത്തിൽ, ജോഷി കന്യാകുഴി, ബെന്നി പാലക്കാടൻ, ബാബു കൊച്ചുപുരയ്ക്കൽ, കിങ്ങിണി രാജേന്ദ്രൻ, ബിജു കൂട്ടുപുഴ, ഡെൻസൺ പുതുപ്പറമ്പിൽ, ജിജോ മുണ്ടപ്ലാക്കൽ, സിജു മക്കുഴി, ജോസ് കുന്നമ്പുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഓട വൃത്തിയാക്കാനായി പൊളിച്ച റോഡ് പുനർനിർമ്മിക്കാൻ നടപടിയില്ല. അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രാജാക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻവശത്തായി ഓട വൃത്തിയാക്കാൻ പൊളിച്ചിട്ട റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. രാജാക്കാട് ഇന്ത്യൻ ഓയിൽ പമ്പിന് മുൻവശത്തായി ഓട വൃത്തിയാക്കാൻ പൊളിച്ചിട്ട റോഡ് പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാകാത്തതുമൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഓടയിലൂടെ മലിനജലം ഒഴുകുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് 6 മാസങ്ങൾക്ക് മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഓട മാന്തിയ ശേഷം ഓടയുണ്ടായിരുന്ന ഭാഗം മണ്ണിട്ട് നികത്തിയത്. മാലിന്യം ഒഴുക്കിവിടുന്നതിന്റെ ഉറവിടം കണ്ടെത്തിയെങ്കിലും ഓട പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ടാറിംഗ് ചെയ്ത റോഡിൽ ഓടയുടെ സ്ഥാനം കണ്ടെത്തുന്നതിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിസരം മുഴുവനും ഇളക്കിയിട്ടു. അന്നു മുതൽ ഇരുചക്രവാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ തെന്നിമറിഞ്ഞ അപകടങ്ങൾ പതിവായി. പലരുടെയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പരിക്കേൽക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇളകിക്കിടക്കുന്ന മെറ്റലുകൾ തെറിച്ചും അപകടങ്ങളും പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. അടുത്ത നാളിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം പമ്പിലെത്തിയ ഒരു കൊച്ചുകുട്ടിയുടെ തലയിലും മുറിവുണ്ടായി. വാഹനങ്ങൾ അവിടെ മറിഞ്ഞു വീണ് പരിക്കേൽക്കുമ്പോൾ അവർ പമ്പുടമയെ കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നുവെന്ന് പമ്പുടമ കുഞ്ഞുമോൻ പറഞ്ഞു. ഇവിടെ മലിനജലം ഒഴുകുന്നെന്നും പറഞ്ഞുകൊണ്ട് ഈ ഓടയെല്ലാം പൊളിച്ച് മണ്ണിട്ടു. അതിനുശേഷം ഇത് പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്നത് വണ്ടികൾ കയറാൻ പാടാണ്. ബൈക്ക് യാത്രക്കാർ, സ്കൂട്ടർ യാത്രക്കാർക്കുമാണ് ഏറ്റവും പ്രയാസം. ഈ അടുത്ത കാലത്ത് 3 പേർക്ക് അപകടം പറ്റി. ഒരു ആളുടെ കൈ ഒടിഞ്ഞു, ഒരു ആളുടെ കാലിന് ചെറിയ പൊട്ടല്, ഒരു 2.5 വയസ്സുകാരൻ അച്ഛനും അമ്മയുടെ കൂടെ വന്നിട്ട് മറിഞ്ഞു വീണിട്ട് തലയ്ക്ക് 6 സ്റ്റിച്ച് വന്നു. ഇതൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കും. അപ്പം ഞാൻ പഞ്ചായത്ത് ചെയ്തൊരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ പറയും. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് PWD പഞ്ചായത്തോ ചെയ്യണം. ഞാൻ എൻ്റെ ഭാഗം ഈ കട്ടയിട്ട് നിരത്തിയിരിക്കുന്നതാണ്. ബാക്കി അവർ ചെയ്യാൻ തയ്യാറാകുന്നില്ല. 6 മാസമായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുമാണ്. ഇപ്പം ഞാനിത് നിങ്ങളോട് പറയാനൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നിരന്തരം ആളുകൾ ഈ പമ്പിൽ വന്ന് വീഴുകയോ അവരുടെ വാഹനങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുമ്പോൾ എന്നോടാണ് കംപ്ലൈൻറ്റ് പറയുന്നത്. പൊന്മുടി രാജാക്കാട് പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ ഭാഗമായ ഉണ്ടായിരുന്ന ഓടകൾ വെള്ളമൊഴുകി പോകും വിധത്തിൽ പുനഃസ്ഥാപിക്കുകയും അടിയന്തരമായി റോഡ് പുനർനിർമ്മിക്കണമെന്നുമാണ് വാഹനയാത്രികരുടെയും നാട്ടുകാരുടെയും ആവശ്യം. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാകാതെ വനം വകുപ്പ്. കല്ലാർ മാലിന്യ പ്ലാന്റിന്റെ മറ്റൊരു ആനക്കുട്ടിക്കൊപ്പം എത്തിയ ഒറ്റക്കൊമ്പൻ മുടന്തിയാണ് നടക്കുന്നത്.
ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം ആദ്യവാരമാണ് പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. ഇടതുവശത്തെ മുൻകാലിൽ മുറിവ് സംഭവിക്കുകയായിരുന്നു. തുടർന്ന് അസിസ്റ്റന്റ് വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കാലിൽ 40 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള മുറിവാണുള്ളതെന്നും മുറിവുണങ്ങി തുടങ്ങിയെന്നുമായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നുമായിരുന്നു വിദഗ്ധ സമിതി വ്യക്തമാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലാറിലെത്തിയ ആന മുടന്തിയാണ് നടക്കുന്നത്. മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നതുവരെ RRT സംഘം നിരീക്ഷിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. മുറിവുണങ്ങാത്ത സാഹചര്യത്തിൽ ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പേ, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റ് ആയെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. അടിമാലിയിൽ ലഹരിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ലഹരിയുടെ വ്യാപനത്തിനെതിരെ ജീവിതത്തിൽ ഗോളടിക്കാം, ലഹരിക്കെതിരെ ഫൗൾ വിളിക്കാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻസേലിയാസ് പെനാൽറ്റി ഷൂട്ടൌട്ട് കിക്ക് ഓഫ് ചെയ്തു. യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരായുള്ള സന്ദേശം പൊതുസമൂഹത്തിലേക്കും യുവാക്കൾക്കിടയിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ജീവിതത്തിൽ ഗോളടിക്കാം, ലഹരിക്കെതിരെ ഫൗൾ വിളിക്കാം എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ്
ജീവിതത്തിൽ ഗോളടിക്കാം, ലഹരിക്കെതിരെ ഫോൾ വിളിക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തി ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് അടിമാലി മണ്ഡലത്തിൽ ലഹരിക്കെതിരെ ഗോൾവണ്ടി എന്ന പദ്ധതിയുമായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എത്തിയിട്ടുള്ളത്. അതിന്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് ബസ് സ്റ്റാൻഡിൽ ജനപങ്കാളിത്തത്തോടുകൂടി ഈ പെനൽ ഷൂട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിലായിരുന്നു പരിപാടി നടന്നത്. മത്സരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി ചെമ്മര ഉദ്ഘാടനം ചെയ്തു. അടിമാലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻസ് ഏലിയാസ് പെനാൽറ്റി കിക്ക് ഓഫ് നടത്തി. DCC മെമ്പർ വിനോസ് കറിയ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന നിരവധി ആളുകളും വിദ്യാർത്ഥികളും ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറി TS സിദ്ദിഖ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KS മൊയ്തു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്സ സാറ, KSU ജില്ലാ സെക്രട്ടറി അലൻ സണ്ണി എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ വിജയിച്ചവർക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലഹരിക്കെതിരെ സഞ്ചരിക്കുന്ന ഗോൾവണ്ടിയുമായി പ്രവർത്തകർ മണ്ഡലത്തിൽ പര്യടനം നടത്തും. സിറ്റി വിഷൻ, അടിമാലി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UPS സ്കൂളിന് സമീപം പോപ്സ് എസ്റ്റേറ്റിന്റെ 1 ഏക്കറോളം സ്ഥലം സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചതായി പരാതി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദിവസേന കടന്നു പോകുന്ന വഴിയാണിത്. സ്കൂളിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഇതേസമയം സ്കൂളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരുമുണ്ടായിരുന്നു. ഈ ഒരാഴ്ചക്കിടയിൽ പോക്സ് എസ്റ്റേറ്റിന്റെ വിവിധ പ്രദേശങ്ങളിലായി 6ഓളം സ്ഥലങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. நான் இந்த மாதிரி வண்டிப்பெரியார் மஞ்சுமலை எஸ்டேட் லோவர் டிவிஷனில் வேலை செய்கிறேன். இந்த மாதிரி பொதுவாக இருக்கிற பொதுமக்களும் இங்கே வந்து நிறைய பேர் தண்ணி அடிச்சுட்டு இங்கே வந்து தீ வச்சுட்டு போயிடுறாங்க. இது வந்து 5ஆவது தடவை ஆச்சு. பக்கத்தில் UPS ஸ்கூல் இருக்குது. அது பக்கத்தில் இது பண்ணால் 10,000 பிள்ளைங்க படிக்கிற ஸ்கூலு. அதில் பிள்ளைங்கள்லாம் இந்த வழி தான் நடந்து போவாங்க. அதில் இப்படி தீ வச்சு விட்டால் பிள்ளைகளுக்கும் பாதிப்பு உண்டாகும். அது இல்லாமல் இந்த எஸ்டேட்டுக்கும் ரொம்ப നഷ്ടം ആയിപ്പോச்சு. 10-100 തേയിലയ്ക്ക് മേലെ അമ്പൂട്ട് കരിഞ്ഞു പോയിച്ചു. വേനൽ കടുത്തതോടെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് തോട്ടം മേഖല. ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം വർദ്ധിച്ചു വരികയാണെന്നും പോലീസും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ഇടപെട്ട ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ഉപ്പുതറ. സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ സഹകരണ ജനാധിപത്യ മുന്നണി പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിന് മുൻപിൽ സഹകാരി ധർണ സംഘടിപ്പിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ex-MLA ധർണ ഉദ്ഘാടനം ചെയ്തു. തട്ടിപ്പ് നടത്തുന്നതായി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വൽക്കരണം നടത്താത്ത കേരള ബാങ്ക് പിരിച്ചുവിടണമെന്നും EM അഗസ്തി പറഞ്ഞു. കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും സഹായഹസ്തമായി വർത്തിക്കുന്നതിനായി രൂപീകരിച്ച സഹകരണ വകുപ്പ് ഇന്ന് അഴിമതിയുടെയും തകർച്ചയുടെയും വക്കിലാണ്. ഈ സാഹചര്യത്തിൽ സഹകരണ വകുപ്പിനെ രക്ഷിക്കുന്നതിനായാണ് സഹകരണ മേഖലയിലെ ജനാധിപത്യത്തെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തുക, ജപ്തി നടപടികൾക്ക് എതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കുക, മിസ്ലേനിയസ് സംഘങ്ങളോടുള്ള സർക്കാരിൻ്റെയും കേരള ബാങ്കിൻ്റെയും അവഗണന അവസാനിപ്പിക്കുക, സഹകരണ മേഖലയിൽ വർദ്ധിപ്പിച്ച ഫീസ് നിരക്കുകൾ കുറയ്ക്കുക, സംഘം ഫണ്ട് തട്ടിയെടുക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹകരണ ജനാധിപത്യ വേദി പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് പീരുമേട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫീസിന് മുൻപിൽ സഹകരണ ധർണ സംഘടിപ്പിച്ചത്. സഹകരണ ജനാധിപത്യ വേദി പീരുമേട് താലൂക്ക് ചെയർമാൻ M. ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ സണ്ണി തട്ടുങ്കൽ സ്വാഗതം ആശംസിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ex-MLA സഹകാരി ധർണ ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ വൽക്കരണം നടത്താത്ത കേരള ബാങ്ക് രൂപീകരിച്ചു വിടണമെന്നും EM അഗസ്തി പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ഷാജി പൈനാടത്ത്, R. ഗണേശൻ, KPCC അംഗം ഷാഹുൽ ഹമീദ്, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ടിൽ, ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുംപുറം, വാളാടി പീരുമേട് മണ്ഡലം പ്രസിഡന്റുമാരായ ബാബു ആൻ്റപ്പൻ, K. രാജൻ, നേതാക്കളായ ജയചന്ദ്രൻ, റോയി ജോസഫ്, ബിജു ദാനിയൽ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ ധർണയിൽ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമമേള സജ്ജം 2025-ന്റെ 7-8 വാർഡുകളുടെ ഉദ്ഘാടനം
കുഞ്ചുതണ്ണിയിൽ നടന്നു. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് പടിവാതിക്കലിലേക്ക് പള്ളിവാസൽ പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് ഗ്രാമമേളകൾ സംഘടിപ്പിക്കുന്നത്. പള്ളിവാസൽ പഞ്ചായത്തിനായി സർവീസ് ആരംഭിക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനവും നടന്നു. പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും പ്രദർശന സ്റ്റാളുകൾ, വിവിധ ആരോഗ്യ വിഭാഗങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകൾ, രോഗനിർണയ ക്യാമ്പുകൾ, പഞ്ചായത്ത് ഓഫീസ്, കുടുംബശ്രീ, മറ്റു വകുപ്പ് തല സേവനങ്ങൾ, പ്രദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ഗ്രാമമേള. വിവിധ സർക്കാർ പദ്ധതികളെ പൊതുജനങ്ങൾക്കരികിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സജ്ജം 2025 എന്ന പേരിൽ പള്ളിവാസൽ പഞ്ചായത്തിൽ ഗ്രാമമേളകൾ നടക്കുന്നത്. പഞ്ചായത്തിലെ 7-8 വാർഡുകളിലെ ഗ്രാമമേഖലകളാണ് കുഞ്ചുതണ്ണി സുരഭി ഓഡിറ്റോറിയത്തിൽ നടന്നത്. പഞ്ചായത്തിലെ 7-8 വാർഡുകളിലെ ഗ്രാമമേളകളാണ് കുഞ്ചുതണ്ണി സുരഭി ഓഡിറ്റോറിയത്തിൽ നടന്നത്. പള്ളിവാസൽ പഞ്ചായത്തിനായി സർവീസ് ആരംഭിക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനവും നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു. ഒരു ആംബുലൻസ് PHCക്ക് ഇല്ലാതിരുന്നു. അപ്പോൾ സാധാരണ ഫണ്ടുകൾ MLA ഫണ്ടോ MP ഫണ്ടോ അങ്ങനെയൊക്കെ മാറ്റിവെച്ച് മാത്രമേ നമുക്ക് ആംബുലൻസ് കൊടുക്കാൻ കഴിയുള്ളൂ. ഒരേ സമയത്ത് പല പഞ്ചായത്തുകൾക്കും പല സ്ഥലങ്ങളിലേക്കും ഇതെല്ലാം ഫണ്ട് കൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇവിടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ടോൾ ട്രീസിൻ്റെ MD സാധാരണ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടും, ഞങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നാണ്. CSR ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പഞ്ചായത്തിലെ 8 കേന്ദ്രങ്ങളിൽ ഗ്രാമമേളകൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. മൂന്നാർ താൾട്രീ റിസോർട്ട് ഡയറക്ടർ J. ജയകൃഷ്ണനാണ് CSR ഫണ്ടിൽ നിന്നും പഞ്ചായത്തിനായി ആംബുലൻസ് സമർപ്പിച്ചിട്ടുള്ളത്. പരിപാടിക്ക് മുന്നോടിയായി കുഞ്ചുതണ്ണി ടൗണിൽ വിളംബര ജാഥ നടന്നു. കുഞ്ചുതണ്ണി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ ക്രമീകരിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ലത സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ നൌഷാദ് MS ആരോഗ്യ സന്ദേശം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ആനച്ചാൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജാക്കാട് പന്നിയാർകുട്ടി മേഖലയിൽ മോഷണ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയോടെ നാട്ടുകാർ. പഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ CPM പ്രവർത്തകൻ അറസ്റ്റിൽ. ലഹരിക്കെതിരെ ജാഗ്രതാ സംഗമം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ഈദാശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദനഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന.
നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ, കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.